നമസ്കാരം, വെൽക്കം ടു ലാൽസ് കിച്ചൺ. നല്ല രണ്ട് ഫ്രഷ് തേങ്ങ കിട്ടിയപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്കൊരു ഇച്ചിരി കള്ളപ്പം ഉണ്ടാക്കിയാലോ. അത് നമുക്ക് ഈ തേങ്ങ പൊട്ടിച്ച തേങ്ങ വെള്ളം ഇങ്ങ് എടുക്കാം. നല്ല അടിപൊളി തേങ്ങയാണ്. പക്ഷെ നമുക്ക് കിട്ടിയ തേങ്ങ വെള്ളം ഇപ്പോൾ ദാരിദ്ര്യമാണ്, കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇവനെ നമുക്ക് എങ്ങനെയാണ് ആദ്യമേ ഒരു കള്ളിൻ്റെ ഫോമിലാക്കുന്നതെന്ന് നമുക്ക് കാണാം. ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം, അതായത് 15 ml വെള്ളം എടുക്കുക. അതിലോട്ട് 2 ടീസ്പൂൺ ഷുഗർ നമുക്ക് ഇട്ട് കൊടുക്കണം. ഇതിനെ ഒന്ന് ഉരുക്കിയെടുക്കുക. ചെറിയ ചൂടിൽ ഒന്നാക്കുമ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഉരുകി വരും. ആ പഞ്ചസാര വെള്ളത്തിലോട്ട് ചെറിയ ചൂടിൽ തന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ്, ഡ്രൈഡ് ഈസ്റ്റാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ഡ്രൈ ആയിട്ടുള്ളത്. അതിനെ കലക്കിയെടുക്കണം. പിന്നെ നമുക്ക് തേങ്ങ വെള്ളത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്തായാലും അരി പുളിക്കണം, അപ്പം തേങ്ങ വെള്ളം തന്നെ പുളിപ്പിച്ചങ്ങ് ഒഴിക്കാം. ചില വേന്ദ്രന്മാർ ഇങ്ങനെ ഉണ്ടാക്കി കള്ളാന്ന് പറഞ്ഞിട്ട് കുടിക്കുന്നുണ്ട്. പക്ഷെ ഞാനതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. നന്നായിട്ട് കലക്കിയിട്ട് എയർ ടൈറ്റ് ചെയ്ത് അടച്ചിവനെ വെക്കണം. ഇതുപോലെയുള്ള ക്ലിങ് ഫിലിം അതിങ്ങനെ എൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് നന്നായിട്ട് കെട്ടി ഇങ്ങനെ അങ്ങ് വെച്ചാൽ മതി. കെട്ടണ്ട, ജസ്റ്റ് ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ഇതങ്ങ് ഒട്ടി റെഡി ആയിക്കോളും. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇത് എയർ ടൈറ്റഡായി ഇതിനകത്തോട്ട് എയർ കയറത്തില്ല. ഒന്ന് പുളിക്കാൻ വേണ്ടി ഒരു 4-5 മണിക്കൂർ മാക്സിമം വെച്ചാൽ മതി. ഈ സമയത്ത് നമുക്ക് നമ്മുടെ അരിയും കൂടെ കുതിർക്കാൻ വെക്കണം. ഇത് വെക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചാൽ മതി. ഇതാണ് നമ്മുടെ പച്ചരി, ഓരോ കിലോയുടെ പാക്കറ്റായിട്ട് നമുക്ക് കിട്ടും. നല്ല മനോഹരമായ പച്ചരിയാണ്. അപ്പം ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അഴുക്കോ പൊടിയോ ഒന്നുമില്ല. എങ്കിലും എനിക്കൊരു ടിപ്പായിട്ട് പറയാനുള്ളത്, നമ്മൾ അരി കുതിർത്തിട്ട് കഴുകുന്നതിൽ നല്ലത് കുതിർക്കാൻ ഇടുന്നതിന് മുമ്പ് തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇടുക. അപ്പം നമ്മുടെ അരി നല്ല വൃത്തിക്ക് കഴുകി തെളിഞ്ഞ വെള്ളം പോലെ കിടക്കുന്നതായിട്ടില്ല, ഞാൻ നന്നായിട്ട് കഴുകി കൊണ്ടുവന്നിട്ട് നികച്ച് വെള്ളം ഒഴിച്ചിട്ടേക്കാണ്. അപ്പോൾ ഈ സാധനം നമുക്കൊരു 6 മണിക്കൂർ തൊട്ട് 8 മണിക്കൂർ വരെ നിങ്ങൾക്ക് ഇടാം. കാര്യം അത് നമ്മുടെ നാട്ടിലെ ചൂടിൻ്റെ അനുസരിച്ച്, ഞാൻ കൂടെ തണുപ്പായതുകൊണ്ട് ഞാനൊരു 7-8 മണിക്കൂർ അത് ഇങ്ങനെ വെള്ളത്തിൽ ഇടുക. അതിന് ശേഷം അരച്ച് വെക്കത്തുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ തേങ്ങ വെള്ളവും ഈസ്റ്റും കൂടെ ഒന്ന് റെഡിയായിട്ട് വരും. അപ്പം നമ്മുടെ അരി ഇവിടെ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഒന്ന് അരച്ചെടുക്കണം. ഇനി നമുക്കിത് ഏകദേശം 1 തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ 1 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. അതിന് ഈക്വലായിട്ട് ഞാൻ 1 തേങ്ങ എടുത്തിട്ടുണ്ട് അതിനെ അരയ്ക്കാനായിട്ടാണ്. ഒരു 2 തവി ചോറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കപ്പി കാച്ചുന്നതിന് പകരം ഞാൻ ചോറാണ് അരയ്ക്കുന്നത്. നമ്മൾ രാവിലെ കലക്കി വെച്ച സംഭവമാണ്. നമ്മുടെ കള്ള് പുളിപ്പിക്കാൻ വേണ്ടി നമ്മൾ വെച്ചതാണ്. തേങ്ങ വെള്ളം പുളിച്ച് കള്ളാവുമെന്ന് പറയപ്പെടുന്നു. അപ്പം ഇതാണ് ഞാൻ ഇതിനകത്ത് ഒഴിക്കാൻ പോകുന്നത്. ക്ലിങ് ഫിലിം എയറൊക്കെ വന്നിട്ട് നിറച്ച് പൊന്തി മുകളിലോട്ട് നിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റും. ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇതിന്. അപ്പോൾ നമുക്ക് ഇവനെയും കൂടെ ഒഴിച്ച് അരച്ചെടുക്കും. കറക്റ്റ് പാകത്തിന് ഞാനിപ്പം അരയ്ക്കാൻ പോവുകയാണ്. നമ്മുടെ മിക്സി റെഡിയാണ്. ഇപ്പം നമുക്ക് അരയ്ക്കാൻ തുടങ്ങാം. അപ്പം നമ്മുടെ മാവ് അരച്ച് നല്ല ഭംഗിയായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് പച്ചരി 1 കിലോ, 1 തേങ്ങ, ഇടത്തരം തേങ്ങയാണ്, ഒത്തിരി വലുതൊന്നുമല്ല, ഇടത്തരം തേങ്ങയാണ്. അപ്പോൾ 1 തേങ്ങ, ഒരു 2 തവി ചോറ്, 2 തവി ചോറ്, പിന്നെ നമ്മൾ തേങ്ങ വെള്ളം ഈസ്റ്റും പഞ്ചസാരയും ചേർത്ത് പുളിപ്പിച്ച് വെച്ചിരുന്നതും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും മിക്സ് ചെയ്ത് അരച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് പാത്രം നോക്കുമ്പോൾ തന്നെ അറിയാം. ആ കെട്ടി വെച്ചിരിക്കുന്ന ക്ലിങ് ഫിലിം വീർത്ത് നല്ല ഭംഗിയായിട്ട് പൊങ്ങി മേളിൽ വന്നിട്ടുണ്ട്. പൊങ്ങി താഴെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ക്ലിങ് ഫിലിം കെട്ടി അവിടെ വെച്ചിരുന്നത്. അങ്ങനെ നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ കള്ളപ്പത്തിനുള്ള അല്ലെങ്കിൽ പാലപ്പത്തിനുള്ള മാവ് ഇങ്ങനെ ഇവിടെ പൊന്തി നല്ല രസമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് അപ്പം ചുട്ടു തുടങ്ങാം. അപ്പോൾ നമ്മുടെ അപ്പച്ചട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചേക്കുന്നത്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒത്തിരി വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ചിലപ്പോൾ നന്നായിട്ട് പിടിക്കത്തില്ല. അപ്പോൾ നമുക്ക് 1 തവി മാവ് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി അവനെ ഒന്ന് ചുറ്റിച്ച് വെക്കുക. അപ്പോൾ നമുക്ക് പല രീതിയിൽ ചുറ്റിച്ചെടുക്കാൻ പറ്റും. ഇത് കുട്ടികൾക്കൊക്കെ നമുക്ക് പല ഡെക്കറേഷനിലൊക്കെ ചുറ്റിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മൾ തൽക്കാലം ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ എടുത്തു, എന്നിട്ട് അടച്ചു വെച്ചു. ഇവിടെ ഏകദേശം ഞാൻ 1 മിനിറ്റ് കഴിഞ്ഞ് അടച്ചു വെച്ചതിന് ശേഷം 1 മിനിറ്റ് കൃത്യം കഴിഞ്ഞിട്ടാണ് ഞാൻ അടപ്പ് മാറ്റാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ അപ്പം ഇവിടെ നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നടുക്കൊക്കെ ഇങ്ങനെ പൊന്തിച്ചിട്ട് വന്നിട്ടുണ്ട്. ഈ ഈസ്റ്ററിന് ലാൽസ് കിച്ചണിൽ നിന്നും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഈസ്റ്റർ സ്പെഷ്യൽ പാലപ്പം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ
എല്ലാ അളവുകളും ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ കള്ളപ്പം, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പാലപ്പം, ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് നല്ല വെഡിച്ചില്ല് ബീഫ് ഉലർത്തിയതുണ്ട്, ഒപ്പം നല്ല വെജിറ്റബിൾ സ്റ്റൂ ഉണ്ട്. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളതുപോലെ കഴിക്കാം. അപ്പം എല്ലാവരും ഇത് കഴിച്ചാട്ടെ, വയറ് നിറച്ചാട്ടെ. അതുപോലെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക ഹാപ്പി ഈസ്റ്റർ. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം, ബൈ.